ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കിനെ പറ്റി പഠിക്കാൻ പോണത് നമ്മുടെ എത്തിക്സ് എന്നുള്ള ചാപ്റ്ററിലുള്ള ടോപ്പിക് തന്നെയാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഈ കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു കമ്പനീനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ ഒക്കെയാണ് നമ്മൾ കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ. വലിയൊരു കമ്പനീനെ, മൾട്ടിനാഷണൽ കമ്പനീസിനൊക്കെ നമ്മൾ കോർപ്പറേറ്റ് എന്ന് പറയുക. ദെൻ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി? നമ്മളൊരു സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ വി ഹാവ് സം സോർട്ട് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലേ? ഒരു ഇൻഡിവിജ്വൽസായി നമുക്കുണ്ട്. നമ്മളിപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ ആ സ്ഥാപനത്തിനും ഏത് സൊസൈറ്റിയിലാണോ, ഏത് എൻവയോൺമെൻറ്റിലാണോ അത് വർക്ക് ചെയ്യുന്നത്, ആ സമൂഹത്തിനോട് അതിനൊരു പ്രതിബദ്ധത ഉണ്ട്. അപ്പോൾ ആ ടേമിൻ്റെ അർത്ഥം നോക്കി നോക്കൂ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇറ്റ് മീൻസ് ദി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് എ കോർപ്പറേറ്റ് ഓർ എ കമ്പനി ടുവേർഡ്സ് ദി സൊസൈറ്റി. ഒരു സ്ഥാപനത്തിന്, ഒരു കോർപ്പറേറ്റിന്, മൾട്ടിനാഷണൽ കമ്പനിക്ക് സമൂഹത്തിനോട്, സൊസൈറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റി ആണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അത് നമ്മൾ വേറെ പല പേരിലും അറിയപ്പെടും. കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ് എന്നൊക്കെ പറയും. അതായത് സൊസൈറ്റി സോഷ്യലായിട്ടും കൾച്ചറലായിട്ടും എൻവയോൺമെൻറ്റൽ റെസ്പോൺസിബിലിറ്റീസ് നിറവേറ്റുന്നതിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയാം. ഇതിന് ഒരു നിയമമൊക്കെ ഉണ്ട്. അതായത് ഒരു കമ്പനിക്ക് 500 കോടി നെറ്റ് വർത്തോ അല്ലെങ്കിൽ 1000 കോടി ടേൺ ഓവറോ അല്ലെങ്കിൽ 5 കോടി നെറ്റ് പ്രോഫിറ്റ് അത് എടുക്കാം. അത് നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. 5 crore നെറ്റ് പ്രോഫിറ്റ്, 5 crore മേലെ നെറ്റ് പ്രോഫിറ്റ് ഒരു കമ്പനി, ആ കമ്പനിയുടെ 2%, അവരുടെ ആവറേജ് പ്രോഫിറ്റിൻ്റെ 2%, എത്ര വർഷത്തെ, തൊട്ട് മുമ്പത്തെ 3 വർഷത്തെ ആവറേജ് പ്രോഫിറ്റിൻ്റെ 2% കമ്പൽസറി ആയിട്ട് CSR ആക്ടിവിറ്റീസിന് എല്ലാ വർഷവും ചിലവാക്കേണ്ടതാണ്. അപ്പോൾ എന്തിനാ അങ്ങനെ ചിലവാക്കണം വെച്ച് കഴിഞ്ഞാൽ, കമ്പനികൾക്ക് സാധാരണ പ്രോഫിറ്റ് മോട്ടീവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അവർ ലാഭം ഉണ്ടാക്കുന്ന ചിന്തയോടുകൂടി മാത്രം പ്രവർത്തിച്ചു ഒരുപാട് ലാഭം ഈ കൺസ്യൂമേഴ്സിൻ്റെ ഗുഡ്സ് വാങ്ങിക്കുമ്പോഴാണല്ലോ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ആ ലാഭത്തിൻ്റെ ഒരു പങ്ക് തിരിച്ച് അവർ ആ സൊസൈറ്റിക്ക് തന്നെ കൊടുക്കണം. അവർ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിന് എതിരായിട്ടോ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുക, അവർ ഫിലാൻത്രോപ്പിക് കാര്യങ്ങൾ ചെയ്യുക, അതായത് മനുഷ്യ സ്നേഹമുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ദുർബലമായിട്ടുള്ള സെക്ഷൻ പീപ്പിൾ ഉണ്ട് അല്ലെ, ഡിസേബിൾഡ് പീപ്പിൾ ഉണ്ട്, വീക്കർ സെക്ഷൻസ് ഇൻ ദ സൊസൈറ്റി ഉണ്ട്. അങ്ങനെ പാവപ്പെട്ടവർക്ക്, കുട്ടികൾക്ക് പഠിക്കാനോ കാശില്ലാത്ത ആൾക്കാർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനോ എന്തും, അതായത് എന്ത് ആക്ടിവിറ്റിയും അവർക്ക് ചെയ്യാം. അപ്പോൾ അത്തരം ചെയ്യുന്ന ആക്ടിവിറ്റീസിനൊക്കെ പറയുന്ന പേരാണ് CSR. According to United Nations Industrial Development Organization, corporate social responsibility is a management concept whereby companies integrate social and environmental concerns in their business operations and interactions with their stakeholders. അല്ലേ? ഇപ്പോൾ വലിയ വലിയ കമ്പനികൾ അവരുടെ പ്രോഫിറ്റ് മേക്കിംഗ് മോട്ടീവിനെ ഉപരിയായിട്ട് they take into consideration social and environmental concerns. സൊസൈറ്റിക്ക് എന്ത് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും, എൻവയോൺമെൻറ്റൽ കൺസേൺസ്, ഈ പ്രകൃതിക്ക് എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റും, നല്ല കാര്യങ്ങൾ. അപ്പോൾ അവരുടെ ബിസിനസ് ഓപ്പറേഷനിലും അവരുടെ ഇൻറ്ററാക്ഷൻസിലും സ്റ്റേക്ക് ഹോൾഡേഴ്സിനായിട്ടുള്ള ഇൻറ്ററാക്ഷനിലും എന്ത് അവർക്ക് സമൂഹത്തിന് ചെയ്തു കൊടുക്കാം, എന്ത് നന്മ ചെയ്യാം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുക അല്ലേ? ഒരു സ്ഥാപനം സമൂഹത്തിൽ നിലകൊള്ളുമ്പോൾ അതിൻ്റെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും പ്രീതിപ്പെടുത്തേണ്ടി വരും. എംപ്ലോയീസിനെ ആയാലും, കസ്റ്റമറിനെ ആയാലും, ഷെയർ ഹോൾഡറിനെ ആയാലും, ഗവൺമെൻറ്റിനൊക്കെ ആയാലും. അപ്പോൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സൊക്കെ ഹാപ്പി ആണെങ്കിൽ മാത്രമേ ആ സ്ഥാപനത്തിന് അവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആക്ടിവിറ്റീസിൽ കൂടെ കമ്പനിക്ക് അവരുടെ ഗുഡ് വില്ലും റെപ്യൂട്ടേഷനും ഒരു പരിധി വരെ ഉയർത്തി കാണിക്കാൻ പറ്റും. CSR is the commitment of business to contribute to sustainable economic development, working with employees, their families, local community, and society at large to improve their quality of life in ways that are both for business and good for international development. CSR എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഹെൽപ്സ് ടു കോൺട്രിബ്യൂട്ട് ടു സസ്റ്റൈനബിൾ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഒരു സുസ്ഥിര ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, സാമൂഹിക
മേന്മയ്ക്ക് വേണ്ടിയിട്ട് ആണ് CSR നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആരൊക്കെയായിട്ട് ഒരു സ്ഥാപനം ആരൊക്കെയായിട്ടാണ് ഇടപഴകുണ്ടാവുക, അതിൻ്റെ എംപ്ലോയീസ് ഉണ്ടാവും, അവരുടെ ഫാമിലീസ് ഉണ്ടാവും, അവരുടെ ലോക്കൽ കമ്മ്യൂണിറ്റി ഉണ്ടാവും, ഒരു സമൂഹം ഉണ്ടാവും, സൊസൈറ്റി ഉണ്ടായിരിക്കും അല്ലേ. അപ്പം ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ദി ക്വാളിറ്റി ഓഫ് ലൈഫ്. ഈ പറഞ്ഞ എല്ലാ സെക്ഷൻ ഓഫ് ആൾക്കാരുടെയും ക്വാളിറ്റി ഓഫ് ലൈഫ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും, അല്ലെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ട് ആർക്കാ ഗുണം? ബിസിനസ്സിനും നല്ലതാണ്, കസ്റ്റമേഴ്സിനും നല്ലതാണ്, എംപ്ലോയീസിനും നല്ലതാണ്, ആൻഡ് ഗുഡ് ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ്. മൊത്തത്തിൽ ലോകത്തിലെല്ലാം നല്ലതാണ് CSR ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ. ദിസ് വ്യൂ ഇസ് റിഫ്ലക്റ്റഡ് ഇൻ ദ ബിസിനസ് ഡിക്ഷണറി വിച്ച് ഡിഫൈൻസ് CSR ആസ് a company's sense of responsibility towards the community and environment. CSR പറഞ്ഞാൽ എന്താ? കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് കമ്മ്യൂണിറ്റിയോടും എൻവയോൺമെന്റിനോടും, ബോത്ത് ഇക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇൻ വിച്ച് ഇറ്റ് ഓപ്പറേറ്റ്സ്. ഇക്കോളജിക്കലായാലും സോഷ്യലായാലും കമ്പനീസ് എക്സ്പ്രസ് ദിസ് സിറ്റിസൺഷിപ്പ് ത്രൂ ദെയർ വേസ്റ്റ് ആൻഡ് പൊല്യൂഷൻ റിഡക്ഷൻ പ്രോസസ്. എങ്ങനെ ഇക്കോളജിക്കൽ ബാലൻസ് ഉണ്ടാവാനോ അല്ലെങ്കിൽ എൻവയോൺമെന്റിനായിട്ട് എന്താ ഈ കമ്പനിക്ക് ചെയ്യാൻ പറ്റുക? അവരുടെ വേസ്റ്റ് റിഡക്ഷൻ പ്രോസസ്സ്, പൊല്യൂഷൻ കുറയ്ക്കാൻ നോക്കുക, അതുപോലെ വേസ്റ്റ് ഒക്കെ പുഴയിലേക്കും അങ്ങനെയൊക്കെ തള്ളണതൊക്കെ കുറയ്ക്കുക, അത് ആ വേസ്റ്റ് ഡീകമ്പോസ് ചെയ്യാനുള്ള വഴികൾ അവരെന്നെ കണ്ടെത്തുക, അങ്ങനെയൊക്കെ ചെയ്യും. ബൈ കോൺട്രിബ്യൂട്ടിങ് എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ പ്രോഗ്രാംസ് അല്ലെ. പല സ്ഥാപനങ്ങളും പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കും, ഫ്രീ ആയിട്ട് സ്കോളർഷിപ്പ് കൊടുത്തിട്ട് പഠിപ്പിക്കുക, അതൊക്കെ അപ്പോൾ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്, സോഷ്യൽ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യും. ബൈ ഏർണിംഗ് എഡ്യൂക്കേറ്റ് റിട്ടേൺസ് ഓൺ ദി എംപ്ലോയ്ഡ് റിസോഴ്സ്. അതുപോലെ അവർ നിക്ഷേപിച്ചിട്ടുള്ള റിസോഴ്സിൽ നിന്ന് എന്തും അവർ ഏൺ ചെയ്യും, എഡ്യൂക്കേറ്റ് റിട്ടേൺസും ഏൺ ചെയ്യും. ഇപ്പം മൊത്തത്തിൽ ദർ ആർ പ്ലെൻറ്റി ഓഫ് ഡെഫിനേഷൻസ് ഫോർ CSR. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെഫിനേഷൻസ് പഠിക്കാം. ഇൻ ഷോർട്ട് CSR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, എൻവയോൺമെന്റ് റെസ്പോൺസിബിലിറ്റി, അതാണ് ഉദ്ദേശിക്കുന്നത്. The United Nations Industrial Development Organization notes that the common functions of CSR include എന്താണ് CSRൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് പറയുന്നത്. ഒന്ന്, റെസ്പോൺസിബിൾ സോഴ്സിങ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് സപ്ലൈസ്. ഓരോ സ്ഥാപനത്തിലും ആവശ്യമുള്ള അത്ര റോ മെറ്റീരിയൽസും സപ്ലൈസും ഒക്കെ അവർ റെസ്പോൺസിബിൾ ആയിട്ട് സപ്ലയറിനെ കണ്ടെത്തി എവിടെ നിന്ന് വെച്ചാൽ സോഴ്സ് ചെയ്യണം. അതുപോലെ എംപ്ലോയി, വെൻഡർ അതായത് സെല്ലർ, കസ്റ്റമർ, കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റും ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ആയിട്ട് നല്ല റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ദെൻ തേർഡ് വൺ, അഡ്ഹറൻസ് ടു ലേബർ സ്റ്റാൻഡേർഡ്സ്. ലേബർ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാ വെച്ചാൽ അത് ഫോളോ ചെയ്തിട്ട്, സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ട് പ്രൊഡക്ഷനും മാനുഫാക്ചറിങ്ങും നടത്തുക. ദെൻ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. ഓക്കെ, എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കുക. ദെൻ ആൻറ്റി കറപ്ഷൻസ്, ബ്രൈബും കാര്യങ്ങളൊന്നും എൻ്റർടൈൻ ചെയ്യാണ്ടിരിക്കുക. അപ്ഹോൾഡിങ് സോഷ്യൽ ഇക്വിറ്റി, ജെൻഡർ ഇക്വിറ്റി ആൻഡ് അതർ ഹ്യൂമൻ റൈറ്റ്സ് ഗോൾ അല്ലേ. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുക, എല്ലാ ആൾക്കാരെയും ഒരേപോലെ ഫെയർ ആൻഡ് ഈക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഓൾ പീപ്പിൾ. ദർ ഇസ് നോ ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ജെൻഡർ, അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാണ്ട് എല്ലാവരെയും ഒരുപോലെ നോക്കി മാനുഷിക പരിഗണന കൊടുത്തുകൊണ്ട് ആ സ്ഥാപനം മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകുക. അപ്പം ഇതൊക്കെയാണ് CSRൻ്റെ കോമൺ ആയിട്ടുള്ള ഫങ്ഷൻസ്.